ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, വേഗം നമുക്ക് നോക്കാം. ലെറ്റ്സ് അപ്രീഷിയേറ്റ്. ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിഡ് യു നോട്ടീസ് എ മിസ് മാച്ച് ബിറ്റ്വീൻ ദി ഇമേജ് ആൻഡ് ദ ക്യാപ്ഷൻ? റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ ബിലോ. ആ തന്നിട്ടുള്ള ആ പിക്ചറും അവിടെ കൊടുത്തിട്ടുള്ള എന്താണ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, എന്തൊരു നല്ല ദിവസമാണ് അല്ലേ. പക്ഷേ ഭയങ്കര മഴയും കാറ്റും ഒക്കെ ഉണ്ട്, അയാൾ നടക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ അവിടെ കൊടുത്തിട്ടുള്ളത്? അല്ല അല്ലേ, തികച്ചും ഒരു നല്ല ദിവസമേ അല്ല. അപ്പോൾ ഇതിനെയാണ് ഐറണി എന്ന് പറയുക. ഓക്കെ, എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയുക. ഇപ്പോൾ ഈ ലെസണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണോ? അല്ല, ബ്രൂട്ടസ് ഒട്ടും നല്ലവനല്ല എന്നാണ് മാർക്ക് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കൊടുക്കാം? ഇത് എഴുതാം നിങ്ങളുടെ ഒബ്സർവേഷനായിട്ട്. ദ ഇമേജ് ഷോസ് എ ഗ്ലൂമി റെയിനി വിൻഡി ഡേ ബട്ട് ദ ക്യാപ്ഷൻ ഡസൻ റിഫ്ലക്റ്റ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ബ്യൂട്ടിഫുൾ ഡേ. അല്ലേ, മഴയുള്ളൊരു ദിവസമാണ് കാണിക്കുന്നത്, ഒട്ടും ഒരു നല്ല ദിവസമേ അല്ല ആ ദിവസം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇമേജിലുള്ളതും ആ പറഞ്ഞ കാര്യം ഒട്ടും തന്നെ മാച്ച് ചെയ്യുന്നില്ല, രണ്ടും ഓപ്പോസിറ്റ്സ് ആണ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ഐഡിയ കൺവേഡ് ഇൻ ദ ലൈൻ ബിലോ? എന്താ പറയുന്നത്? ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഐഡിയ? ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രൂട്ടസ് ഈസ് നോട്ട് അറ്റ് ഓൺ ആൻ ഓണറബിൾ മാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐറണിയാണ് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇതാണ് റിപ്പീറ്റേഷൻ. എന്താണ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പറയുന്നുണ്ട് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ റിപ്പീറ്റേഷനാണ്. ഏതാണ് ലൈൻസ് ടെക്സ്റ്റിലെ? നമുക്ക് ഈ 4 കോളം നോക്കാം, അത് കഴിഞ്ഞ് ലാസ്റ്റ് കോളം നോക്കാം കേട്ടോ. അപ്പോൾ റിപ്പീറ്റേഷനിൽ പറയുന്നത് റിപ്പീറ്റിംഗ് ദി സെയിം വേർഡ്സ് ഓഫ് ഫ്രേസസ് ആണെന്ന് പറയുന്നത്. ഏതാണ് ടെക്സ്റ്റിലുള്ള ലൈൻസ്? ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? എന്തിനാണ് അത് പറയുന്നത്? ഒരു ഐഡിയ എംഫസൈസ് ചെയ്യാൻ വേണ്ടി, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതേ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത്. നെക്സ്റ്റ്, പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റഫർ ആണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബന്ധവുമില്ലാത്ത രണ്ട് കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റഫർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? കിങ്ലി ക്രൗൺ എന്ന് പറയുന്നുണ്ട് ടെക്സ്റ്റിൽ. എന്തിനാണത്? ടു ഷോ പവർ. നെക്സ്റ്റ് പറയുന്നത് ആലിട്രേഷൻ ആണ്. ആലിട്രേഷൻ എന്ന് പറഞ്ഞാൽ സെയിം സൗണ്ടിങ് വേർഡ്സിനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ആലിട്രേഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ട് ഫെയ്ത്ത്ഫുൾ, ഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രൂട്ടിഷ് ബീസ്റ്റ്, ബ എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ആലിട്രേഷൻ എന്ന് പറയുന്നത്. ആ പറയുന്നതിന് ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ടാവാൻ, അല്ലേ, ഒരു റിതം ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആലിട്രേഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്ന ഐറണിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണോ പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഫംഗ്ഷൻ? കൺവേ സർക്കാസം, അല്ലേ, എന്താ പറയുക, ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഐറണി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹൈപ്പർബോലയാണ്. എക്സാജറേഷൻ, ഒരു കാര്യം കുറച്ചുകൂടി വലുതാക്കി പറയാൻ നമുക്ക് ഹൈപ്പർബോല യൂസ് ചെയ്യാം. വെൻ ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാവ് വെപ്റ്റ്, അല്ലേ, ദരിദ്രർ കരയുമ്പോൾ അതിൻ്റെ കൂടെ സീസറും കരഞ്ഞിട്ടുണ്ട്, അതായത് സീസറും വിഷമിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി വലുതാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? ഇംപ്രസ് ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യാനാണ്. റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ? നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലേ, പക്ഷെ അതിന് നമ്മൾ ആൻസർ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടല്ല ചെയ്യിക്കുന്നത്, അല്ല നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിനെയാണ് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ എന്താണ്? ഡിഡ് ദിസ് ഇൻ സീസർ സീം ആംബിഷ്യസ് വിച്ച് ഹി ഡിഡ് ത്രൈസ് റിഫ്യൂസ് വാസ് ദിസ് ആംബിഷൻ വാട്ട് കോസ് വിത്തോൾസ് യു ദെൻ ടു മോൺ ഫോർ ഹിം, അല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അയാൾക്ക് വേണ്ടി വിഷമിക്കാതിരിക്കുന്നത്, അയാൾക്ക് വേണ്ടി മോൺ ചെയ്യാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ശരിക്കും ഒരു ആൻസർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ്? ടു മേക്ക് എ പോയിൻ്റ്, എന്തിനാണ് ആ ഒരു പോയിൻ്റ്, നമുക്ക് പറയാനുള്ളൊരു പോയിൻ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്നത്. എന്താണ്? നിങ്ങളുടെ സ്വയമായിട്ടുള്ളൊരു ക്രിയേഷൻസ് എഴുതാൻ പറയുന്നുണ്ട്. റിപ്പീറ്റേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സ്മൈൽ അറ്റ് ദ ലിറ്റിൽ തിങ്സ്, അല്ലേ,
സ്മൈൽ സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മെറ്റഫറിലോ ലൈഫ് ഈസ് എ ജേണി അല്ലേ, ലൈഫും ജേണിയും യാതൊരു ബന്ധവുമില്ല, പക്ഷെ അതിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ആലിട്രേഷൻ ബ്രിക്സ് ബിൽഡിങ്സ് ആൻഡ് ബോഡി ബാഗ്സ്, ബ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഐറണി എ പൈലറ്റ് ഈസ് എഫ്രെയ്ഡ് ഓഫ് ഹൈറ്റ്സ്, നമ്മൾ പറഞ്ഞു എന്താണോ പറയുന്നത് അതല്ല ഐറണിയിൽ ഉദ്ദേശിക്കുന്നത്. ഒരു പൈലറ്റിന് ഹൈറ്റിനെ പേടിയാണെന്ന് പറഞ്ഞാൽ അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, പൈലറ്റിന് ഹൈറ്റിനെ പേടിയില്ല. ഓക്കെ. ഹൈപ്പർബോലെ ഐ ക്യാൻ ഈറ്റ് എ ഹോസ്, എനിക്കൊരു ഹോസിനെ തിന്നാം, അതായത് എനിക്ക് അത്രയ്ക്കും വിശപ്പുണ്ട്. വിശപ്പിനെ നമ്മൾ കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ് ഐ ക്യാൻ ഈറ്റ് എ ഹോസ്. റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്താണ്? ഡു ഐ ലുക്ക് ലൈക്ക് ഐ കെയർ അല്ലേ, എന്തെങ്കിലും ഒരാൾ ചെയ്തത് നമുക്ക് ഇഷ്ടപ്പെടുകയാണ് അല്ലേ, പക്ഷെ നമ്മൾ എന്താ പറയുന്നത്? ഡു ഐ ലുക്ക് ലൈക്ക് ഐ കെയർ, അതെന്നെ ബാധിക്കുന്നുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ പ്രതീക്ഷിക്കുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതാം. നെക്സ്റ്റ് നിങ്ങളോട് ഈ സ്പീച്ചിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ പറയുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ നിങ്ങൾക്ക് ആ സ്പീച്ചിൻ്റെ അപ്രീസിയേഷൻ എഴുതാം കേട്ടോ. അടുത്തെന്താണ്? രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. എന്താണ്? ഇവിടെ കൊയറിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. സ്കൂൾ കൊയർ, ചേർച്ചിലെ കൊയറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുമിച്ച് ആൾക്കാരിൽ നിന്ന് പറയുന്നതും പാടുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. സ്പീച്ച് കൊയേഴ്സ് മേക്ക് യൂസ് ഓഫ് ജെസ്റ്റേഴ്സ് ആൻഡ് വോക്കലൈസേഷൻ. ക്യാൻ യു ലിസ്റ്റ് അതർ ഫീച്ചേഴ്സ് ഓഫ് കൊയർ അല്ലേ. ഒരു കൊയറിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ്? കണ്ടോ, എല്ലാവരും ഒരുപോലെ ഒരേ രീതിയിൽ കൈ ഉയർത്തുന്നുണ്ട് അല്ലേ. അതായത് സിങ്ക്രണൈസേഷൻ വേണം, എല്ലാവരും ഒരേപോലെ ചെയ്യണം. അതുപോലെ തന്നെ വോയിസ് മോഡുലേഷൻ വേണം അല്ലേ. ശബ്ദത്തിൻ്റെ ഇങ്ങനെ പറയുന്നതിലുള്ള വ്യത്യാസങ്ങൾ വേണം. കൊയറിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. യൂണിഫൈഡ് വോയിസ്, എല്ലാവരും ഒരുമിച്ച് പറയണം അല്ലേ, ഒരേ രീതിയിൽ പറയണം. ഗെസ്റ്റേഴ്സ്, കൈകൊണ്ട് ആംഗ്യങ്ങളൊക്കെ കാണിക്കാം. ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖഭാവങ്ങൾ. വോയിസ് മോഡുലേഷൻ, അതിൻ്റെ ടോണ്, പിച്ച്, വോളിയം അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. സിങ്ക്രണൈസേഷൻ, എല്ലാവരും ഒരേ രീതിയിലായിരിക്കണം പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നല്ലൊരു പെർഫോമൻസിന് സഹായിക്കും. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള സ്പീച്ചിൻ്റെ വീഡിയോ കാണാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത് അതിവിടെ എഴുതാൻ പറയുന്നുണ്ട്. ഗെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, മോഡുലേഷൻ ഒക്കെ അതിനെ പറ്റിയൊക്കെ എഴുതാൻ പറയുന്നുണ്ട്. Read the sentence carefully. I had long been racking my brains for some way of showing him gratitude. Racking my brains എന്ന് പറഞ്ഞാൽ എന്താണ്? റാക്കിംഗ് മൈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇഡിയമാണ് അല്ലേ. എന്താ പറയുന്നത്? തിങ്കിങ് ഹാർഡ് ഓർ ട്രൈയിങ് ടു റിമെമ്പർ സംതിങ്. ഒരു കാര്യത്തെക്കുറിച്ച് ഗഹനമായി ആലോചിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മറന്നുപോയൊരു കാര്യം നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതിനൊക്കെ എന്ത് പറയാം? റാക്കിംഗ് മൈ ബ്രെയിൻ അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവച്ചിട്ട് നമുക്ക് ആ സ്ഥലം ഓർമ്മ ഉണ്ടാവില്ല, എത്ര ആലോചിച്ചിട്ട് നമുക്കത് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം? ഐ എം റാക്കിംഗ് മൈ ബ്രെയിൻ എന്ന് പറയാം. ഓക്കെ. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദ സ്പീക്കർ ഈസ് ട്രൈയിങ് ടു കം അപ്പ് വിത്ത് എ വേ ടു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ബട്ട് ഹീസ് അൺഎബിൾ ടു ഡു സോ. ഒരാൾക്ക് ഒരു നന്ദി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്ദി പറയാൻ വേണ്ടിയിട്ട് ഒരു വഴി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അയാൾക്ക് ആ ഒരു വഴി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ റാക്കിംഗ് മൈ ബ്രെയിൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇഡിയം നിങ്ങളോട് ഗസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ഇഡിയം ഏതാണ്? വെദർ ദ സ്റ്റോം ആണ്. ക്യാൻ യു നൗ വിഷ്വലൈസ് ദ ഫോളോയിങ് ഇഡിയംസ് ആൻഡ് മേക്ക് സെൻറ്റൻസസ് വിത്ത് ഈച്ച് ഓഫ് ദം. താഴെ ഹോൾഡ് യുവർ ടങ്, സ്പിൽ ദ ബീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഡിയം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ടങ്ങിന് സെൻറ്റൻസ് ഏതാണ്? പ്ലീസ് ഹോൾഡ് യുവർ ടങ് ആൻഡ് ഡോണ്ട് ഇൻ്ററപ്റ്റ്. ഒരു കാര്യം പറയുന്നതിൻ്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും കയറി പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? പ്ലീസ് ഹോൾഡ് യുവർ ടങ്, നീയൊന്നും മിണ്ടാതിരിക്കുക. ആൻഡ് ഡോണ്ട് ഇൻ്ററപ്റ്റ്, പറയുന്നത് തടസ്സപ്പെടുത്താതിരിക്കുക. സ്പിൽ ദ ബീൻസ്, ഷീ സ്പിൽ ദ ബീൻസ് അബൌട്ട് ദ സർപ്രൈസ്. നിങ്ങളൊരു സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ മറ്റൊരാൾ അത് ആ കാര്യമൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനെയാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുക. പറയേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതിനെയാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുക. എ പീസ് ഓഫ് കേക്ക്, ദിസ് ടാസ്ക് ഈസ് എ പീസ് ഓഫ് കേക്ക്. ഒരു പീസ് ഓഫ് കേക്ക് അല്ലേ, അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അല്ലേ ഒരു കാര്യമാണ്. ഈ ടാസ്ക് ഒരു പീസ് ഓഫ് കേക്ക് ആണെന്നാണ് പറയുന്നത്. ഐസിങ് ഓൺ ദ കേക്ക്, ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിചാരിക്കാതെ ഒരു കാര്യം സംഭവിക്കുന്നതിന്, ആ ഒരു കാര്യം കൂടി സംഭവിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? ഐസിങ് ഓൺ ദ കേക്ക് അല്ലേ. ദ ബോണസ് വാസ് ഐസിങ് ഓൺ ദ കേക്ക്. ഇത്രയും ബോണസ് ഒന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല, പക്ഷേ ആ ഒരു പൈസ കൂടി ബോണസായിട്ട് കിട്ടിയപ്പോഴെന്താണ്? അത് കുറച്ചും കൂടി നമുക്ക് സന്തോഷം നൽകിയെന്നാണ് പറയുന്നത്.
പിക്ഷണറി ഉണ്ടാക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഇഡിയം എന്താണ്, അത് ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അത് വെച്ചൊരു സെൻറ്റൻസ് നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ട്. കുറച്ച് ഇഡിയംസ് ഞാൻ കാണിക്കാം. ഇതൊക്കെ ഇഡിയംസ് ആണ്. ബ്രെഡ് ആൻഡ് ബട്ടർ എന്താണ് അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ? ഇൻകം എന്നാണ്. ഹി വർക്ക്സ് ഹാർഡ് ടു ഏൺ ഹിസ് ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രേക്ക് ഔട്ട് ഇഡിയം ആണ്. മീനിങ് എന്താണ്? ബ്ലോ അപ്പ്. വാർ ബ്രോക്ക് ഔട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ബ്രിങ് ടു ബുക്ക് അല്ലേ, ടേക്ക് ടു ടാസ്ക്. ദ ക്രിമിനൽ മസ്റ്റ് ബി ബ്രോട്ട് ടു ബുക്ക്. കണ്ടോ, അതുപോലെ കുറേ ഇഡിയംസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ഇഡിയംസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഡിയം ഡിക്ഷണറി ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ നോക്ടൂൺസിനെ പറ്റിയാണ് പറയുന്നത്. മ്യൂസിക് ഇവോക്സ് ഇൻ എ റേഞ്ച് ഓഫ് ഇമോഷൻ. ഡിഡ് ദ നോക്ടൂൺസ് യു ജസ്റ്റ് ലിസൺ ഇവോക്ക് യു എനി മെമ്മറി ഓർ അസോസിയേഷൻ? യു മേ യൂസ് എ സ്പേസ് ബിലോ. അപ്പോൾ ആ ചോപ്പിൻ്റെ ആ ഒരു നോക്ടൂൺ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോ എന്നാണ് ചോദിക്കുന്നത്. ചോപ്പിൻസ് നോക്ടൂൺസ് ആർ particularly famous for their emotional depth and technical complexity. അതിൻ്റെ ഇമോഷണൽ ഡെപ്ത് നമുക്ക് തരുന്ന ആ ഒരു ഫീലിങ്സിനും അതുപോലെ തന്നെ ആ ഒരു നോട്ട്സിൻ്റെ കോംപ്ലക്സിറ്റിക്കും പ്രസിദ്ധമാണ് ഈ ചോപ്പിൻസ് നോക്ടൂൺസ്. ഓക്കെ, കേട്ടപ്പോൾ എന്താ തോന്നിയത്? വി വർ നൊസ്റ്റാൾജിക്. ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഫ്ലഡഡ് ബാക്ക്. റണ്ണിങ്, ക്ലൈംബിംഗ് ട്രീസ്, സ്വിമ്മിങ്, ഷെയറിങ് സ്വീറ്റ്സ് ആൻഡ് സില്ലി ഫൈറ്റ്സ്. ഓക്കെ, ആ ഒരു നോക്ടേൺസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ മെയിൻലി പറയുന്നത് എന്താണ്? നൊസ്റ്റാൾജിയ, പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ ചൈൽഡ്ഹുഡ് ഡേയ്സൊക്കെ ഓർമ്മ വന്നു അല്ലേ. റണ്ണിങ്ങും ക്ലൈംബിംഗ് ട്രീസ്, ഷെയറിങ് സീഡ്സ്, ഇങ്ങനെയുള്ള പണ്ടത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അറിയാൻ വേണ്ടിയിട്ടാണ്, ഇത് പഠിക്കാനുള്ള ഒരു ഭാഗമൊന്നുമല്ല കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ഫ്രേസൽ വെർബ്സിനെ പറ്റിയാണ് പറയുന്നത്. ടു ലുക്ക് ആഫ്റ്റർ എ ചൈൽഡ് അണ്ടിൽ ഇറ്റ് ഗ്രോസ് അപ്പ്. ഒരു കുട്ടി വലുതാവുന്ന വരെ എന്നെ നോക്കുന്നതിന് ബ്രിങ് അപ്പ് എന്ന് പറയാം. സ്പീക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് മോർ ലൗഡ്ലി ഓർ എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ ഫ്രാങ്ക്ലി. പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ഒപ്പീനിയൻ പറയുന്നതിന്, നമ്മുടെ ഭാഗം പറയുന്നതിന് സ്പീക്ക് അപ്പ് എന്ന് പറയാം. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടു സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട്. ഇനി നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആ ഒരു കാര്യം ഡ്രോപ്പ് ചെയ്തതിന് ഗീവ് അപ്പ് എന്ന് പറയാം. കോളപ്പ്. കോളപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കോളപ്പ് എന്ന് പറഞ്ഞാൽ ടു സംവൺ ഓർ കോണ്ടാക്ട് സംവൺ ഓവർ ദി ഫോൺ. ആരെങ്കിലും ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് കോളപ്പ് എന്ന് പറയാം. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ ടു അറൈവ് ഓർ അപ്പിയർ. ആ ഒരു സ്ഥലത്ത് എത്തുന്നതിന് അല്ലെങ്കിൽ ആ സ്ഥലത്ത് പെട്ടെന്ന് നമ്മൾ ഒരാളെ കണ്ടാൽ എന്താ പറയാം? ഹി ടേൺഡ് ദർ എന്ന് പറയാം. ഓക്കെ, ഇനി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഫൈൻഡ് ഓർ സെർച്ച്. നമ്മളൊരു കാര്യം തിരയുന്നതിന്, ഇപ്പോൾ ഗൂഗിളിലൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ, ഇൻഫോർമേഷൻ തിരയുന്നുണ്ടെങ്കിൽ ലുക്കപ്പ് എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കുറച്ച് ഫ്രേസൽ വെർബ്സ് ഒക്കെ എഴുതി നിങ്ങളോട് ഗെയിം പോലെ കളിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് വിടാം. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇതാണ്, ഫ്രേസൽ വെർബ്സ് വെച്ച് ഫില്ല് ചെയ്യേണ്ടതാണ്. എ ലാർജ് നമ്പർ ഓഫ് ക്യൂരിയസ് ഓൺലുക്കേഴ്സ് ഡാഷ് ഇറ്റ് പെലായോസ് ഹൗസ് ടു ക്യാച്ച് എ ഗ്ലിംസ് ഓഫ് ദി മിസ്റ്റീരിയസ് ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. അപ്പോൾ കുറേ പേര് അവിടെ അവൻ്റെ വീട്ടിൽ എത്തി എന്ന് പറയുക. എത്തി എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ടേൺ അപ്പാണ്. അപ്പോൾ ടേൺ അപ്പ് എന്നല്ല നമ്മൾ യൂസ് ചെയ്യുക, ടേൺഡ് അപ്പ് എന്നാണ് കേട്ടോ. ടേൺഡ് അപ്പ് എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദേ ഡാഷ് സ്റ്റോറീസ് അബൌട്ട് ഹിം ആൻഡ് അനോയ്ഡ് ഹിം. ദേ എന്താണ്? അവനെ പറ്റിയുള്ള സ്റ്റോറീസ് പറഞ്ഞു. എന്താ? ദേ ഡാഷ് സ്റ്റോറീസ്. ദേ എന്താണ്? മേക്കപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദേ മെയ്ഡ് അപ്പ് സ്റ്റോറീസ് അബൌട്ട് ഹിം. കേട്ടോ, മെയ്ഡ് അപ്പ് by throwing stones and pieces of food at him. They did everything they could to make the man dash. Make the man എന്താണ്? make the man ആ മനുഷ്യനെ അവിടെ നിന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്താണ്? to get up. As the old man showed no interest, they dashed the idea. എന്താണ്? they give up the idea. they gave up the idea എന്ന് കൊടുക്കണം. അയാൾ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാത്തത് കൊണ്ട് ആ ഒരു ഐഡിയ അവർ വിട്ടു. പിന്നെന്താണ്? ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ലെറ്റ്സ് അനലൈസ് ആണ്. യു ഷുഡ് ഹൈഡ് ഇൻ ദ ലവ്, യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ അല്ലേ. ഇവിടെ ഷുഡും മസ്റ്റും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വേർഡ്സ് കൺവേ ചെയ്യുന്നത്, എന്താണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഷുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രക്ഷനാണ്. ഒരു കാര്യം എന്താണ്? ഇപ്പോൾ ടീച്ചർ ഇൻസ്ട്രക്ട് ചെയ്തു എന്നൊക്കെ പറയുന്ന പോലെ നമ്മളോട് പറയുകയാണ് ആ കാര്യം അങ്ങനെ ചെയ്യണം അല്ലേ. യു ഷുഡ് ബ്രിങ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നിങ്ങൾ എന്തുവായാലും കൊണ്ടുവരണം എന്നാണ് പറയുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ്? യു മസ്റ്റ് ഹാങ് ഓൺ എന്ന് പറയുമ്പോൾ എന്താണ്? യു മസ്റ്റ് ഹാങ് ഓൺ എന്ന് പറയുമ്പോൾ അതൊരു ആജ്ഞ പോലെയാണ്. നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം അല്ലേ. അതിൽ നിന്ന് ഒരു മാറ്റവുമില്ല, നിങ്ങൾ എന്തായാലും അത് ചെയ്തിരിക്കണം എന്ന് പറയാനാണ് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യുന്നത്. നോട്ടും മസ്റ്റും മസ്റ്റ് നോട്ടൊക്കെ വെച്ച് നിങ്ങളോട് സെൻറ്റൻസുകൾ എഴുതാൻ പറയുന്നുണ്ട്.
You should be patient. You must not make any noise. You should be careful. You should not move out of the loft. ഓക്കെ, അതാണ് ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട് ജർമ്മൻ ഓഫീസറും പിയാനിസ്റ്റും തമ്മിൽ. ഇനി അത് പിക്ക് ഔട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി കോൺവെർസേഷൻ എബോവ് ദാറ്റ് ഡിനോട്ട് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് അതാണ് നിങ്ങളോട് അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അഡ്വൈസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഏതാണ്? ഫസ്റ്റ് പെർമിഷൻ പറയുന്നത് എന്താണ്? യെസ് സർ, ബട്ട് ഐ വുഡ് ലൈക്ക് ടു നോ വൈ യു ആർ സോ കൈൻഡ് ടു മീ. അല്ലേ, എനിക്കത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, നമ്മളൊരു പെർമിഷൻ ചോദിക്കുന്നത് പോലെയാണ് ആ പോലീസുകാരനോട് നമ്മൾ സംസാരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് മോറൽ ഒബ്ലിഗേഷൻ ആണ്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലേ, അപ്പോൾ എന്താണ്? ഐ ഫീൽ ഐ ഓട്ട് ടു ഹാവ് ഹെൽപ്പ് മോർ പീപ്പിൾ. ഞാൻ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാരെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, അപ്പോൾ അതാണ് മോറൽ ഒബ്ലിഗേഷൻ. നെക്സ്റ്റ് പറയുന്നത് ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആക്ഷൻ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഐ വിൽ ട്രൈ ടു ഫൈൻഡ് എ വേ ഔട്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ നെസസിറ്റി ആണ്. ലാസ്റ്റ് വൺ എന്താണ്? എബിലിറ്റി ആണ്. എന്താണ് എബിലിറ്റി? ഐ വിൽ സെർട്ടൻലി, ഞാനത് എന്തായാലും ചെയ്തിരിക്കും എന്ന് പറയുന്നുണ്ട്. അതാണ് എബിലിറ്റി. അപ്പോൾ ഐ വിൽ സെർട്ടൻലി എന്നുള്ളത് നിങ്ങൾ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? റീഡ് ആൻഡ് കം. അപ്പോൾ ഇവിടെ എന്താണ്? വി ഷുഡ് ട്രൈ ടു ഹെൽപ്പ് ദ ഓൾഡ് മാൻ എന്ന് കൊടുക്കുക. ദാറ്റ്സ് റൈറ്റ് ഡാഷ് യു ഹെൽപ്പ് മീ ക്ലീൻ ഹിസ് വിങ്സ്. നീ എന്നെ ക്ലീൻ ചെയ്യാൻ സഹായിക്കൂ. അപ്പോൾ അവിടെ എന്താണ്? അവിടെ വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് വി ഡാഷ് ബി മോർ കെയർഫുൾ. വി ഓട്ട് ടു ബി, നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം. വി ഡാഷ് നോട്ട് ഹേർട്ട് ദി ഓൾഡ് മാൻ. വി മസ്റ്റ് നോട്ട് ഹേർട്ട്, നമ്മൾ അവരൊരിക്കലും ഹേർട്ട് ചെയ്തുകൂടാ, ബുദ്ധിമുട്ടിച്ചുകൂടാ. ഡാഷ് വി കീപ് ഹിം ഇൻഡോഴ്സ്. ഷുഡ് വി കീപ് ഹിം ഇൻഡോഴ്സ്, നമുക്ക് അവനെ ഉള്ളിൽ തന്നെ വെച്ചാലോ ആളെ. ഹി മൈ, അപ്പോൾ ഷുഡ് വി കീപ് ഹിം ഇൻഡോഴ്സ്. ലാസ്റ്റ് എന്താണ്? ഹി ഡാഷ് ഫ്ലൈ. ഹി കാൺ ഫ്ലൈ. ഹി മസ്റ്റ് വെയിറ്റ് ടിൽ ഹി ഹീൽസ്. അല്ലേ, അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയണത് എന്താണ്? ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയണത്? ബോട്ട് സം പംപ്സ് വിത്ത് ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് എന്ന് പറയുന്നുണ്ട് ആദ്യത്തെ സെൻറ്റൻസിൽ. രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്താണ്? കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബോട്ട് സം സാറ്റിൻ പംപ്സ്. എന്ത് പമ്പാണ്? സാറ്റിൻ പംപ്സ്. ഹീൽസ് എങ്ങനെയാണ്? ഹൈ ഹീൽസ് ആണ്. അല്ലേ, മെനി ഡ്രസ്സസ് ഓഫ് എന്ത് സിൽക്കാണ്? ഇറിഡിസെൻറ്റ് സിൽക്ക് എന്ന് പറയുന്നുണ്ട്. അല്ലേ, അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എഫേർട്ട് കണ്ടോ? എഫേർട്ട് ടു പുൾ ദ ഓൾഡ് മാൻ ഔട്ട് ഓഫ് ദ മഡ്. അയാൾ സഹായിക്കാൻ പരിശ്രമിച്ചു. ദ ഡാഷ് പ്ലേഡ് വിത്ത് ദ ഓൾഡ് മാൻ. ആരാണ് ഓൾഡ് മാൻ്റെ അടുത്ത് കളിച്ചത്? ദ ചൈൽഡ് പ്ലേഡ് വിത്ത് ദ ഓൾഡ് മാൻ. ചൈൽഡ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ദ ഡാഷ് ഫ്ലോക്ക് ടു പെലായോസ് ഹൗസ്. പെലായോസ് ഹൗസിലേക്ക് ആരാ വന്നത്? ക്രൗഡ് ഫ്ലോക്ക്ഡ്. ക്രൗഡ് ഒരുമിച്ച് വരുന്നതിനെയാണ് മാർച്ച്ഡ് എന്ന് പറയാം നമ്മൾ, ഫ്ലോക്ക്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ക്രൗഡ് ഫ്ലോക്ക് ടു പെലായോസ് ഹൗസ്. ദ പീപ്പിൾ കെയിം ടു സീ ദ ഓൾഡ് മാൻ വിത്ത് ഡാഷ്. എന്താണ്? വിത്ത് ഇനോമസ് വിങ്സ്. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ആൻഡ് ദ ക്വാളിറ്റി ഷോ ദ ക്വാളിറ്റി ഓഫ് പേഴ്സൺ, തിങ് ഓർ എക്സ്പീരിയൻസ്. ഒരു കാര്യം ഇതിൻ്റെ ക്വാളിറ്റി പറയുന്നതിനെ നമുക്ക് അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. അല്ലെ, ബിഗ് ഫ്ലവർ, ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് പറയാം. ബിഗ്, ബ്യൂട്ടിഫുൾ ഒക്കെ അഡ്ജക്റ്റീവാണ് കേട്ടോ. ഇനി ഇവിടെ എന്താണ്? അഡ്ജക്റ്റീവ് അഡ്വേർബും കൊടുത്തിട്ടുണ്ട്. ഇനോമസ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. അതിൻ്റെ കൂടെ LY കൂട്ടിക്കഴിഞ്ഞാൽ എന്താണത്? ആഡ്വേർബായി. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഫിൽ ചെയ്യുക? ഹി കുഡ് സ്കാർസ്ലി ഈറ്റ് ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി ദാറ്റ് ഹി വെൻറ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്. അല്ലേ, അവന് സ്കാർസ്ലി ഈറ്റ്, അവന് ഭക്ഷണം കഴിക്കാനൊന്നും ശരിക്കും പറ്റിയിരുന്നില്ല. പെലായോ gently threw a blanket over him and let him sleep in the shed. Only then did they notice that he had an extremely high temperature at night. They thought he was going to die, and yet he miraculously survived. കേട്ടോ, അപ്പോൾ നമുക്കൊരു കാര്യത്തിന് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയണമെങ്കിൽ സ്കാർസ്ലി, ജെൻ്റ്ലി, എക്സ്ട്രീംലി ഒക്കെ ഇവിടെ യൂസ് ചെയ്തു. LY യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ്? അത് അഡ്വേർബാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വേർബ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെ സെൻറ്റൻസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ജോൺ വാസ് എ ക്വിക്ക് ലേണർ കൊടുത്തിട്ടുണ്ട്. ദ ഷെഫ് ഡാഷ് പ്രിപ്പയർഡ് ദ ഡെലിക്കേറ്റ് ഡിഷ് യൂസിങ് ഡാഷ് മെഷർമെൻറ്റ്. ഇതാണ് ദ ഷെഫ് കെയർഫുള്ളി പ്രിപ്പയർഡ് ദ ഡെലിക്കേറ്റ് ഡിഷ് യൂസിങ് പെർഫെക്റ്റ് മെഷർമെൻറ്റ്. ദ ഹാപ്പി സമ്മർ ഡേ എൻഡഡ് പെർഫെക്റ്റ്ലി വിത്ത് എ സ്റ്റണ്ണിങ് സൺസെറ്റ്. Mary is a nervous person who laughs nervously when spending time with friends.
The happy host greeted her guests happily, hoping everything would go smoothly. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ഇതാ ഇവിടെ ഒരു കണ്ടോ സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ ഡയറക്ഷൻസ് കാണിക്കുന്ന ഈ ബോർഡ്, അതിനെ നമുക്ക് എന്ത് പറയാം? എന്താ ഇത് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ SIGNPOST സൈൻ പോസ്റ്റ് എന്ന് നമുക്ക് പറയാം കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് ഡയറക്ഷൻ കാണിച്ചു തരും. ഓക്കെ, ഇനി ഇവിടെ പാസേജ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസസ് നിങ്ങളോട് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ പാസേജ് ദാറ്റ് ഗിവ് ഇറ്റ് ക്ലാരിറ്റി ആൻഡ് ഹെൽപ്പ് ടു കണക്ട് ഐഡിയാസ് ആൻഡ് ഇവൻറ്റ്സ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ക്ലാരിറ്റി തരുന്ന ഏതൊക്കെ വേർഡ്സാണ് അത് നിങ്ങളോട് ഇവിടെ എടുത്ത് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? അതിനെയാണ് സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ലിങ്കേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഉണ്ട്, മീൻ വൈൽ ഉണ്ട്, ഫോളോയിങ്, ഫൈനലി ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? ഇതൊക്കെ ഇങ്ങനെയുള്ള വേർഡ്സാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടേക്ക് എടുത്ത് എഴുതാം. ഫോളോയിങ് എന്ന് പറഞ്ഞാൽ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, ഒരു കാര്യം ചെയ്തതുകൊണ്ട് അതിൻ്റെ പിന്നാലെ വന്നിട്ടുള്ളത് എന്നൊക്കെ പറയാൻ നമുക്ക് ഫോളോയിങ് യൂസ് ചെയ്യാം. കോൺസിക്വൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? കോൺസിക്വൻസ്, സീക്വൻസ്, റിസൾട്ടൊക്കെ പറയാൻ വേണ്ടി കോൺസിക്വൻ്റ്ലി യൂസ് ചെയ്യാം. ഫൈനലി ഇൻഡിക്കേറ്റ് ദ കൺക്ലൂഷൻ, അവസാനം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഫൈനലി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്ന ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. Pelayo dragged the old man away from the mud and locked him up in the chicken coop. Then locked him up in the chicken coop. Senda was burdened with work and dashed the arrival of the crowd to see the very old man. ഫോളോയിങ് ദ അറൈവൽ അല്ലേ, ആൾക്കാർ വന്ന് കഴിഞ്ഞപ്പോൾ അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അവൾക്ക് വർക്കിൻ്റെ ബേർഡൻ കൂടി, കുറേ ആൾക്കാർ അയാളെ കാണാൻ വരുന്നത് കൊണ്ട്. അപ്പോൾ ഫോളോയിങ് യൂസ് ചെയ്തു. ദ ഓൾഡ് മാൻ വാസ് ജസ്റ്റ് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. ലാസ്റ്റത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫൈനലി കേട്ടോ. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? ഗ്രൂപ്പ് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട വാല്യൂസ് ഏതൊക്കെയാണ് അത് നിങ്ങളോട് ഈ ഇതിൽ എഴുതാൻ പറയുന്നുണ്ട്. കുറച്ച് വാല്യൂസ് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ വാല്യൂസ് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് അതിനെക്കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചും നിങ്ങൾക്ക് ചെറിയൊരു സെൻറ്റൻസ്, ഒരു പാരഗ്രാഫ് പോലെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെസണിലെ ആക്ടിവിറ്റീസ് വരുന്നത്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്